ഈ വീഡിയോ കണ്ട് 1 വീക്കിനുള്ളിൽ ഇതിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കും. നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടോ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ചിലപ്പോൾ നിങ്ങൾ യാത്രകൾ നടത്താൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് ആരോ വരുന്നുമുണ്ട്. നിങ്ങളെ തിരക്കി ആരോ വരുന്നുണ്ട്. ഇവിടെ കാണുന്നത് ഒരു വ്യക്തിയുടെ ആക്ഷൻ എക്സ്ട്രീംലി ഇമോഷണൽ ആയ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു നല്ല രീതിയിലാകാം, അല്ലെങ്കിൽ അതൊരു മോശം രീതിയിലുമായിരിക്കാം. കുറേയധികം ഫീലിങ്സ് നിങ്ങളിപ്പോൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. വിത്തിൻ 1 വീക്ക് ഈ വ്യക്തി ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളെ വളരെയധികം ഇമോഷണലായിട്ട് ബാധിക്കും. നിങ്ങൾ അടിച്ചമർത്തി വച്ചിരിക്കുന്ന, സപ്രസ് ചെയ്ത് വച്ചിരിക്കുന്ന എല്ലാ ഇമോഷനും സർഫസിലേക്ക് വരും. അതായത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായ ഒരു വൂണ്ട്, അത് നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ദാറ്റ് മീൻസ് അത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഫൈനലി നിങ്ങൾ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. അത് പ്രോസസ്സ് ചെയ്യുവാനും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ അതായത് ഒരു റിലേഷൻ, ദാറ്റ് മീൻസ് നിങ്ങൾ ആ പേഴ്സണായിട്ട് റൊമാൻറ്റിക്കലി കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ അവരും നിങ്ങളോട് അവരുടെ വൾണറബിലിറ്റി ഒക്കെ ഓപ്പണായി പറയുകയും അത് പിന്നീട് ചിലപ്പോൾ ഒരു ബെറ്റർ റിലേഷനിലേക്ക് പോവുകയും ചെയ്യും. ഇനി നിങ്ങളൊരു ജോലിയൊക്കെ നോക്കുന്ന ഒരു പേഴ്സൺ ആണ് എങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടും. ഒരു കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുവാൻ സാധിക്കും. അല്ല എങ്കിൽ നിങ്ങളുടെ സിവിക്ക് വാല്യൂ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രോജക്ട്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളിൽ ചിലർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ തന്നെ ഒരു ഓവർ തിങ്കിങ് ഒക്കെ കൊണ്ട് നിങ്ങളത് നശിപ്പിച്ച് കളയുന്നുമുണ്ട്. അത് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടാവും ചാൻസ്. അപ്പോൾ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് മാജിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഓവർ തിങ്കിങ് കൊണ്ട് തന്നെ നിങ്ങൾ ആ പോയിന്റിൽ മിസ് ചെയ്തു. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുകയാണ്, ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ ഉള്ളത് അതിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കാനാണ് പറയുന്നത്. അതുമാത്രമല്ല, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും ഫോഴ്സ്ഫുള്ളി മാറിപ്പോവുകയാണ്. അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ്. യൂണിവേഴ്സ് പറയാണ്, നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത്. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഈ ഒരു അവസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നല്ലതായി തോന്നില്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് ലോങ് ടേം ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ ഓവർ തിങ്കിങ് കൊണ്ട് വെറുതെ നശിപ്പിച്ചു കളയുന്നത്. നിങ്ങൾക്കൊരു മെസ്സേജ് വരാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ നിങ്ങളോട് സംസാരിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ആകാം. എന്തായാലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് എങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ഗ്രേറ്റ് മൊമെന്റ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. നിങ്ങളിപ്പോൾ വളരെയധികം മോട്ടിവേറ്റഡ് ആൻഡ് പാഷനേറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളൊരു സാഡ്നെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി ആ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ അത് ചിലപ്പോൾ കടന്നു പോകുന്നത് അത് മാത്രമല്ല, അത് ചിലപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആവും, ഫിനാൻഷ്യൽ റിലേറ്റഡ് അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് എന്തെല്ലാമോ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ എന്നൊക്കെ. എന്നാൽ ഇവിടെ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്നറിയോ? എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും, എന്ത് ഡിസ്കംഫർട്ട് ആയാലും അത് അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ ഓർ സഫറിങ്സ്, ഇതിനൊക്കെ നല്ല റിലീഫ് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. ഈ സിറ്റുവേഷൻ നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ലോലി മൂവ് ചെയ്തിട്ട് ഈ സിറ്റുവേഷനിൽ നിന്നെല്ലാം പുറത്തു വരും. ചില ആളുകൾക്ക് ഇതൊരു നല്ല സിറ്റുവേഷൻ ആണ്. ആരെങ്കിലും ക്യാഷിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കത് കിട്ടാൻ ചാൻസ് ഉണ്ട്.
മണി റിലേറ്റഡ് ബെനിഫിറ്റ്സ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടും. ന്യൂ പ്രോജക്റ്റ്, ന്യൂ വർക്ക് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റക്കായി കിടക്കുന്ന മണി, എവിടെയെങ്കിലും നിങ്ങൾക്ക് മണി സ്റ്റക്കായി കിടക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസുകൾ ധാരാളം ഇവിടെ കാണുന്നുണ്ട്. അതായത് ഈ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം ഈ വീഡിയോ കാണുന്ന ആളുകളിൽ കുറേയധികം പേര് ഓവർ ആങ്സൈറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, റെസനേറ്റ് ചെയ്യുന്ന ആളുകളുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ഒരുപാട് നെഗറ്റിവിറ്റിയിലൂടെയും ആങ്സൈറ്റിയിലൂടെയും ഒക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരുപാട് നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട്. നിങ്ങൾ വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഈ സമയം ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ മൂൺ എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് വളരെ ഹെവി ആയിട്ട് മൂൺ എനർജി നിങ്ങളിലുണ്ട്. സോ നിങ്ങൾ ഭയങ്കര ആങ്ഷ്യസ് ആണ്. ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളിൽ കുറേ അധികം പേർക്കെങ്കിലും ഈ ഒരു കമ്മിങ് വീക്ക് എന്ന് പറയുന്നത് അവരുടെ ആങ്സൈറ്റി അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു അവസരമാണ്. എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരും. ഇത് നിങ്ങൾക്ക് എക്സ്ട്രീം പെയിൻഫുൾ സിറ്റുവേഷനാണ്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്, നിങ്ങളുടെ പെയിൻ എല്ലാം അവസാനിച്ച് നിങ്ങൾക്ക് ചേഞ്ച് വരാൻ പോവുകയാണെന്ന്. നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, ചുറ്റിനും നെഗറ്റിവിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ദൈവത്തിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോവുക. ഈ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളെ കൈപിടിച്ച് കൂടെ കൊണ്ട് നടത്തും. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും പോസിറ്റീവായി ചിന്തിച്ച് നല്ലതുപോലെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. ഒരുപാട് ഡിപ്രഷനിലും ആങ്സൈറ്റിയിലൂടെ ഒക്കെ കടന്നു പോകുന്നവർ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, എനിക്കിനി ഒന്നും നടക്കില്ല, കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു എനർജി നിങ്ങളിൽ ഉറപ്പിക്കുന്നതിന് പകരം എൻ്റെ ലൈഫിലേക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ലൈഫ് മാറാൻ പോവുകയാണ്, ദൈവം എൻ്റെ കൂടെയുണ്ട്, എനിക്കൊന്നിനും കുറവ് വരില്ല, എനിക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ എന്നുള്ള രീതിയിലുള്ള നല്ല നല്ല അഫർമേഷൻസ് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും.